മഹിമ ഈ എല്ലാവരുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്, പല സിനിമയിലും പല കൂട്ടുകെട്ടാണ് അല്ലേ, പല ആളുകളാണ് നമ്മളെ കാണുന്നത് അല്ലേ. ഇതില് ഈ അച്ചുവായിട്ട് പല കാര്യങ്ങളും സംസാരിച്ച് ഷെയർ ചെയ്തിട്ടുണ്ടാവും അല്ലേ, എല്ലാ ഫുഡ് മേടിച്ച് തരാറുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി കാര്യം ഷെയർ. ആ ലൊക്കേഷനിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യം രഹസ്യമായിട്ട് പറഞ്ഞ് പരസ്യമാക്കാൻ പറ്റുമോ? രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം പരസ്യമാക്കാൻ പറ്റുമോ? രഹസ്യമായിട്ട് എന്നോട് മാത്രമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. രഹസ്യമായിട്ട് 10 ആൾക്കാരുടെ പറഞ്ഞു. ഈ രഹസ്യം നമ്മൾ 7 പേരല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. അങ്ങനെ എന്റെ അടുത്ത് മാത്രം രഹസ്യമായിട്ട് എന്താ പറഞ്ഞത്? കാരണം ഞങ്ങളൊരു ഗ്യാങ്ങാണ്, ഇവര് 3 പേരും തമ്മിൽ കുറച്ചും കൂടെ ഒരു ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് ആദ്യം ഞങ്ങൾ കുറച്ച് കൂടുതൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ സീക്രട്ട് ആയിട്ടൊന്നും എന്റെ അടുത്ത് മാത്രമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ പരസ്യമായി പറയും. അപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇല്ല തീരുമാനത്തിലെത്തണം. സീക്രട്ട് ആയിട്ട് എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പറയില്ല. മഹിമ ചേച്ചിയുടെ എന്ത് സീക്രട്ടും പറയാം, കാരണം അത് അപ്പൊ തന്നെ മറന്നു. ശരിയാട്ടാ, മറന്നൊന്നല്ല ഞാനിങ്ങനെ സീക്രട്ട് പറഞ്ഞാൽ മറന്നു അല്ലേ? അരണക്ക് അങ്ങനല്ലേ, മറവി മറവി കൂടുതലല്ലേ? അറിയാൻ പാടില്ല. നിങ്ങളുടെ മറവിയുടെ അല്ല, ഞാൻ ചിലപ്പോ കാസർഗോഡ് കാസർഗോഡ് അരണിയിലേത്. കാസർഗോഡ് അരണിയില്ലേ? വേറെ പേരാണോ? തന്നെയായിരിക്കും, അറിയില്ല. ഇനിയിപ്പൊ അവരെന്തെങ്കിലും എനിക്കറിയാത്ത എന്തെങ്കിലും ടേം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അരണാന്നാ പറയുന്നത്. അപ്പൊ അത് വ്യത്യാസം ഇരിക്കണം. അല്ല മറന്നോന്നല്ല, അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കണില്ല. ഞാൻ എന്റെ കാര്യം പറയണേ, സീരിയസ് ആയിട്ട് എടുക്കണ്ട, പാവല്ലേ ഇതൊക്കെ. അത് വിട്ട് 14-ാം തീയതി റിലീസാണ്, ഫെബ്രുവരി 14-ാം തീയതി. ഞാൻ എല്ലാവരോടും ചോദിച്ച ചോദ്യം തന്നെ ആകുമ്പോൾ വിഷയമാവല്ല. എങ്കിലും ആദ്യം പ്രണയത്തിൽ ഒരു പൂ സ്വന്തം മേടിച്ചത് ആരുടെ അടുത്തുനിന്നാണ്? സ്വന്തം എനിക്ക് തന്നെ മേടിച്ചതാ. ആര് തന്നപ്പോഴാണ് വാങ്ങിയത്? സ്വന്തമായിട്ട് ആര് തന്നപ്പോഴാണ് വാങ്ങിയത്? സ്വന്തമായി ആര് തന്നാലും മതിയോ? എനിക്ക് വീട്ടുകാരൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട് പൂവ്, അത് മേടിച്ചിട്ടുണ്ട്. വീട്ടുകാർ തന്ന പൂ മേടിച്ചിട്ടുണ്ട്. അല്ലാതെ ഉദ്ദേശിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. കൃത്യമായ ചോദ്യം ചോദിച്ചാൽ മാത്രമേ ആ ചോദ്യത്തിന് ഉത്തരം പറയൂ. ആരാണ് ആദ്യം പൂ തന്ന് പ്രണയിച്ചത്? പൂ തന്ന് പ്രണയിച്ചതോ? പ്രണയം പറഞ്ഞത് പൂതന്നൊന്നും പ്രണയിച്ചിട്ടില്ല. ലെറ്റർ തന്ന് ഭൂതരാണ്ട് പ്രണയിച്ചിട്ടുണ്ടോ? അതായിരിക്കും അടുത്ത ചോദ്യം. പ്രണയിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ആരാണ് ആദ്യം പ്രണയം ആദ്യം പറഞ്ഞത്, തുറന്നു പറഞ്ഞത് ആരാണ്? എത്രാമത്തേല്? നമുക്ക് ആദ്യം പറഞ്ഞ ഒരു പ്രണയം തുറന്നു പറയുന്ന ആളാ ഞങ്ങള്. ഞാൻ ആദ്യം ആരാ പറഞ്ഞെന്നോ? ആദ്യം ഞാനായിരിക്കും. അങ്ങോട്ട് പറയരുത്, തിരിച്ചും കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആൾക്കാരുടെ കൺസേൺ ആണോ? ഇതൊക്കെ കണ്ട ആൾക്കാർക്ക് എന്തറിയാനല്ലേ? പ്രണയം അറിയാൻ തിരിച്ചുണ്ടായിരുന്നോണ്ടാണല്ലോ അത് പ്രണയമായത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.